ഡ്യൂഡ് എന്ന സിനിമ ആരംഭിക്കുന്നത് കഥാനായകനായ അഗനെ കാണിച്ചുകൊണ്ടാണ്. ആളൊരു കൂൾ ഡൂഡാണ്. പുള്ളി ഇങ്ങനെ ചില്ലടിച്ച് നടന്ന് പെമ്പിളേരെയൊക്കെ വളച്ച് സെറ്റാക്കി ഒരു 90s പ്രണയം ആണ് പുള്ളിക്ക്. അഗൻ അങ്ങനെ അവന്റെ എക്സ് ലവറിന്റെ കല്യാണത്തിന് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവളോട് തന്നെ റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. ഇവര് തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അവൻ വന്നത് തന്നെ ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. അവൾ പറയും, കാരണമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നീ കല്യാണത്തിന് വന്നാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാണെ പൊക്കോ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയും. അങ്ങനെ ഇവള് ദേഷ്യപ്പെട്ട് പോകുമ്പോ ഇവളെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ താലിച്ചരട് പൊട്ടി ഇവന്റെ കയ്യിലാകും. കല്യാണ പെണ്ണിന്റെ താലി പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ വഴക്കും ബഹളമാകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അവിടെ പോലീസ് എത്തി ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നായിക കുരലിനെ കാണിക്കുന്നത്. പോലീസുകാർക്ക് ഇവരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കുരലിനെയും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവിടുത്തെ മിനിസ്റ്ററുടെ മോളാണെന്ന് പറയുമ്പോൾ അഗനെ കുരലിന്റെ കൂടെ പറഞ്ഞു വിടും. ഇവര് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുരലിന്റെ അപ്പൻ അഗന് ഒരു ചെക്ക് എഴുതി കൊടുക്കും. നീ ഇങ്ങനെ തല്ലും കൂടി നടക്കാതെ എന്തെങ്കിലും നല്ല ജോലിയൊക്കെ എടുത്ത് ജീവിക്ക്, ഒരു ബിസിനസ് തുടങ്ങ് എന്നൊക്കെ പറയും. കാരണം എന്താന്ന് വെച്ചാൽ ഈ കുരലിനെ അഗനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഇയാളുടെ മനസ്സിലുണ്ട്. പക്ഷെ ലൈഫിൽ ഒട്ടും സീരിയസ് അല്ലാത്ത അഗൻ ആ ചെക്ക് വാങ്ങിക്കത്തില്ല. ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോരും. അഗന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ആളുകളെ പ്രാങ്ക് ചെയ്യിക്കുക, സർപ്രൈസ് കൊടുക്കുക, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ ലവേഴ്സിന്, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാങ്കും സർപ്രൈസും ഒക്കെ കൊടുത്ത് ഓരോ പ്രോഗ്രാം ചെയ്ത് നടക്കുകയാണ് അഗൻ. അങ്ങനെ ചില്ലടിച്ച് നടക്കുന്ന ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യും. പക്ഷേ ആ സർപ്രൈസ് അഗനായിരുന്നു. എല്ലാരും നോക്കി നിൽക്കെ അഗനെ കുരൽ പ്രപ്പോസ് ചെയ്യും. നിന്നെ ഞാൻ വളരെ ചെറുപ്പം മുതലേ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നീ ഓരോ പെമ്പിള്ളേരെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ വേണ്ടി തോന്നിയില്ല, പറയാനൊരു അവസരവും കിട്ടിയില്ല. ഇപ്പോ നീ സിംഗിൾ അല്ലേ, ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നീ വിവാഹം കഴിക്കില്ലേ എന്ന് ചോദിക്കും. അവൻ ആ പ്രപ്പോസല് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആളുകൾക്കെല്ലാം സന്തോഷമാകും. ഇവര് തമ്മിൽ ഒരുമിക്കണമെന്ന് അവരുടെ കൂട്ടുകാരെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവൻ ബൈക്ക് നിർത്തി അവളുടെ അടുത്ത് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കും. എനിക്ക് നിന്നെ വൈഫായിട്ടൊന്നും കാണാൻ കഴിയില്ല, കാരണം ഞാൻ നിന്നെ ചെറുപ്പം മുതലേ എന്റെ ഫ്രണ്ടായിട്ട് കണ്ടുപോയി. ഇനി തുടർന്നും എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ, ലവർ എന്ന് പറഞ്ഞാൽ അത് വേറെ. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് വലിയ നാണക്കേടാകും. അതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്റെ മനസ്സിൽ ഒന്നുമില്ല. കുരലിന് ആകെ സങ്കടമാകും. അവള് ചോദിക്കും, നീ എന്നെ പ്രാങ്ക് ചെയ്യുകയാണോ? ഞാൻ പ്രാങ്ക് ഒന്നും ചെയ്യുകയല്ല, ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞതാ. വീണ്ടും അവൻ അധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ കുരലിന് കാര്യം മനസ്സിലാകും. കുരലിനെ വീട്ടിലാക്കിയിട്ട് അവൻ തിരികെ പോകാൻ ശ്രമിക്കുമ്പോൾ കുരല് ചോദിക്കും, ഞാൻ അവസാനമായി ഒന്നുകൂടെ ചോദിക്കുക, നീ എന്നെ പ്രാങ്ക് ചെയ്യുമെന്നും അല്ലല്ലോ അല്ലേ? അഗൻ പറയും, അല്ല. അവൾ ആകെ തകർന്നു പോകും. അവളുടെ ആദ്യ പ്രണയം, ചെറുപ്പം മുതലേ അഗനെ സ്നേഹിച്ചവൾ, അവസാനം ഒരു ദിവസം കാത്തിരുന്ന് അവൾ പ്രപ്പോസ് ചെയ്തു. പക്ഷേ അഗന്റെ മറുപടി അവളെ വല്ലാതെ തകർത്ത് കളഞ്ഞു. നീ നാളെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുരല് പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാവില്ല. ഞാൻ നിന്നെ പോലെയുള്ള കൂൾ ഡൂഡല്ല. ഒരു പ്രണയം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ കൂളായി ചിരിച്ച് അവരോട് സംസാരിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിനി നിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകും. അന്ന് രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഷോക്കിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി അവൾ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകും. ഇതേ സമയത്ത് അഗന് ഇതോർത്ത് യാതൊരു നിരാശയില്ല. അവൻ വളരെ ചില്ലടിച്ച് നടക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ കുരലിനെ അവൻ മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ ഓർമ്മകൾ വന്നു പോവെങ്കിലും അവൻ അത് കാര്യമാക്കി എടുക്കുന്നേയില്ല. കാരണം അവർ ഒരുമിച്ച് നടന്നവരാണ്. ഇപ്പൊ കുരല് കൂടെ ഇല്ലാത്തതുകൊണ്ട് അവൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനത് പുറത്തും കാണിക്കുന്നില്ല. ഒരു ദിവസം അവനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവന്റെ ഒരു ഫ്രണ്ട് മൂലം അവൻ കെട്ടിയിരിക്കുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് എന്ന് മനസ്സിലാക്കും. അവൻ ചോദിക്കും, ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നേ? കൂട്ടുകാരൻ പറയും, ബെസ്റ്റ് ഫ്രണ്ടിനെയല്ലേ കല്യാണം കഴിക്കേണ്ടത്, അതല്ലേ നല്ലത്, അവർക്കല്ലേ നമ്മളെ പറ്റി എല്ലാം അറിയാവുന്നത്. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാന്ന് അവന്റെ കൂട്ടുകാരൻ പറയും. അങ്ങനെ പല സ്ഥലത്തുനിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവനെ സ്ട്രൈക്ക് ചെയ്തു തുടങ്ങും. ഇവന്റെ ഉള്ളിൽ എവിടെയോ അവളോടൊരു സ്നേഹം പതിയെ പതിയെ ഉടലെടുക്കും. കൂടുതലായി അവളെ മിസ് ചെയ്യാൻ തുടങ്ങും. ഇവന്റെ കൂട്ടുകാരെല്ലാം നീ കുരലിനെ റിജക്ട് ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തും. പക്ഷെ അവൻ അതൊന്നും വകവെക്കുന്നില്ല. അവരുടെ ടീമിലുള്ള ഒരു പെങ്കൊച്ച് അവളും വന്ന് പറയുന്നുണ്ട്, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ചോദിച്ച് അവളും അവനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ അവരുടെ കൂടെ കൂടി ഡാൻസ് ചെയ്യാണ്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഇവര് വരുന്ന ബൈക്ക് ആക്സിഡന്റ് ആയി മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് ഇവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെല്ലാം കുരലിന്റെ ഓർമ്മകൾ മാത്രമാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കൂട്ടുകാരൻ വന്ന് തട്ടി വിളിക്കുമ്പോൾ ഇവൻ ബോധം തെളിഞ്ഞ് ഉണരുന്നുണ്ട്. ബോധം വീണ അവൻ ആദ്യം പറയുന്നത്, ഞാൻ കുരലിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. കൂട്ടുകാരനും ആകെ ഞെട്ടിപ്പോകും. അവൻ പറയും, പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, മരണത്തെ കാണുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലൂടെ മിന്നിമായി വന്ന്. ഇപ്പൊ എനിക്കതാ സംഭവിച്ചത്. എന്റെ മനസ്സിൽ കുരലിന്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവിടെ വന്ന് നേരെ അമ്മാവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു തവണ റിജക്ട് ചെയ്തുകൊണ്ട് അവന് കുരലിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ ഒരു മടിയാണ്. അതുകൊണ്ട് അമ്മാവനോട് നേരിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ അമ്മാവൻ ജാടയിട്ട് നിൽക്കുകയാണ്. എന്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞവനോടൊന്നും എനിക്ക് സംസാരിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ അവൻ വന്ന കാര്യം അറിയുമ്പോൾ അയാൾക്കും വളരെ സന്തോഷമാകും. ഇപ്പോഴിവരുടെ മുമ്പിൽ മറ്റൊരു തടസ്സം കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും സമ്മതിച്ചാലും അഗന്റെ അമ്മ സമ്മതിക്കുമോ എന്ന് ഇവർക്ക് പേടിയുണ്ട്. കാരണം വർഷങ്ങളായിട്ട് അഗന്റെ അമ്മയും കുരലിന്റെ അച്ഛനും തമ്മിൽ മിണ്ടില്ല. അതായത് ഇവര് ആങ്ങളെയും പെങ്ങളുമാണ്. പക്ഷെ ഇവര് വർഷങ്ങളായിട്ട്
സംസാരിക്കത്തില്ല. അതിനെന്തോ വലിയ കാരണവുമുണ്ട്. പക്ഷേ അകൻ ചെന്ന് അമ്മയുടെ അടുത്ത് കാര്യം പറയും. അമ്മ പറയും, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് തടസ്സം നിൽക്കാനും വയ്യ, അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറയും. അങ്ങനെ അമ്മയുടെ സമ്മതവും കിട്ടിക്കഴിഞ്ഞപ്പോൾ വിവാഹത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. കുരലിന്റെ അപ്പനും വളരെ സന്തോഷത്തിലാണ്. ഇതിനിടയിൽ നമ്മൾ ആദ്യം കണ്ട ഇവന്റെ എക്സ് ലവറിനെ ഇവൻ കല്യാണം വിളിക്കാൻ വേണ്ടി പോകും. അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ കാനഡയ്ക്ക് പോവുകയാണെന്നുള്ള കാര്യം അവൻ അറിയുന്നത്. അവിടെ അവളുടെ ഹസ്ബൻഡിന് ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവർ കാനഡയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നീ എന്നെ എന്തിനാണ് റിജക്ട് ചെയ്തത് എന്ന് അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊരു മറുപടി പറയുന്നില്ല. കല്യാണത്തിനുള്ള ആഘോഷങ്ങൾ കുരലിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കുരൽ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് നാട്ടിലെത്തി എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കും. അങ്ങനെ കുരലിനെ കാണാൻ വേണ്ടി അവൻ അമ്മാവന്റെ വീട്ടിലെത്തി. വാതിലൊക്കെ തുറന്നു ചെന്ന് അവളെ ഉമ്മ വെക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ അവളെ തട്ടിമാറ്റും. അതിനിടയിൽ അവൻ നോക്കുമ്പോഴാണ് ഫാനില് ഒരു കുരുക്കൊക്കെ ഇട്ട് ഇവർ തൂങ്ങിച്ചാകാൻ വേണ്ടി നിൽക്കുന്ന കാര്യം അവന് മനസ്സിലാകുന്നത്. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് പോയെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അവൻ ചോദിച്ചു കഴിയുമ്പോൾ അവൾ പറയും, അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നീ ബ്രേക്കപ്പ് ചെയ്ത സമയത്ത് ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. നിന്നെ മറക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ അത് സീരിയസ് ആയി. എനിക്കിപ്പോൾ അവനെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ആ സംസാരത്തിനിടയിൽ അകന് മനസ്സിലാകും കുരലിനിപ്പോ തന്നേക്കാൾ ഇഷ്ടം ബാംഗ്ലൂരില് അവളുടെ ഒപ്പം പഠിക്കുന്ന പാരിയാണെന്ന്. അവന് വിഷമമാകും, പക്ഷെ അവനത് പുറത്ത് കാണിക്കത്തില്ല. എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, നിന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത് എന്നുള്ള അകന്റെ വാക്കുകളും കേട്ട് കഴിയുമ്പോൾ കുരലിന് സമാധാനമാകും. അകൻ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് അവൾ ആകെ കൺഫ്യൂഷനായിരുന്നത്. ഇപ്പോ അവൻ തന്നെ പ്രണയിക്കുന്നില്ലല്ലോ, അപ്പൊ ഇനി കൺഫ്യൂഷൻ ഇല്ല. എങ്ങനെയെങ്കിലും കല്യാണം മുടക്കിയാൽ മതി. പക്ഷെ അകൻ ഇത് സഹിക്കുന്നതിലും അങ്ങേയറ്റമായിരുന്നു. അവൻ വാഷ്റൂമിൽ പോവാണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറിയിരുന്ന് കരയും. പക്ഷെ അവന്റെ സങ്കടങ്ങളൊന്നും അവൻ പുറത്ത് കാണിക്കത്തില്ല. അവൻ പുറത്ത് വന്ന ഉടനെ കുരല് ചോദിക്കും, എങ്ങനെയെങ്കിലും നമുക്ക് ഈ കല്യാണം മുടക്കണം. അവൻ പറയും, നിന്റെ അച്ഛനോട് നീ നേരിട്ട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ പേടിയാണ്. നീയും കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ വീഡിയോ കോൾ ഓൺ ചെയ്തു തരാം, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് തന്നെ നീ വിചാരിച്ചോ, എന്നിട്ട് നീ പോയി സംസാരിച്ചോ എന്ന് പറയും. കാരണം അവന് കുരലിന്റെ കൂടെ പോയി കാര്യം സംസാരിക്കാനുള്ള ഒരു ഇതില്ല. കാരണം അവൻ ആകെ തകർന്നു നിൽക്കുകയാണ്. അതായത് ആദ്യം കുരലിനുണ്ടായ ആ അവസ്ഥയിലാണ് ഇപ്പൊ അകൻ. കുരല് ധൈര്യമൊക്കെ സംഭരിച്ച് അച്ഛന്റെ അടുത്ത് ചെന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ബാക്കിയെല്ലാം അയാൾക്ക് ഓക്കെയാണ്. അവരുടെ ജാതിയല്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കല്യാണം സമ്മതിക്കില്ല എന്ന് അയാൾ പറയും. അയാൾ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുകയും തൊഴുകയും ചെയ്യുന്ന അയാളുടെ പെങ്ങളുടെ ഫോട്ടോയിൽ മുമ്പ് വെച്ച് താൻ ആത്മഹത്യ ചെയ്യും ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ എന്ന് അവൾ തീർത്തു പറയും. പക്ഷെ ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ മറുപടി മറ്റൊന്നായിരുന്നു. അയാൾ ദൈവത്തെ പോലെ പൂജിച്ചു കൊണ്ടു നടക്കുന്ന സ്വന്തം പെങ്ങളെ കൊന്നത് അയാൾ തന്നെയാണ്. അന്യമതസ്ഥനെ സ്നേഹിച്ച് അയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കൊന്ന് കിണറ്റിലിട്ടത്. ആ കാരണം കൊണ്ടാണ് അകന്റെ അമ്മ ഇതുവരെയായിട്ടും അയാളോട് മിണ്ടാത്തതും. ഇത് കേട്ടതും അവൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കിയ അകൻ അങ്ങോട്ട് വന്നിട്ട് പറയും, ഇത് ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തതാണ്, ശരിക്കും അങ്ങനെ ഒരാളൊന്നും ഇല്ല, ഞങ്ങൾ തന്നെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്, അമ്മാവന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്ത. അപ്പൊ അയാളും പറയും, ഞാനും ഒന്ന് പ്രാങ്ക് ചെയ്തതാ, ഞാൻ പറഞ്ഞ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകും. പക്ഷേ ഇവരിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അവള് കണ്ടിട്ടുള്ള ഒരു അച്ഛന്റെ മുഖമല്ല ഇപ്പോ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൊന്നുകളയും പാരിയെയും കൊന്നുകളയും. അവസാനം അകൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിക്കും. പാരി വന്നു കഴിയുമ്പോൾ ഉള്ള കാര്യമൊക്കെ പറയുമ്പോൾ പാരി പറയും, അതൊന്നും പേടിക്കണ്ട, നിങ്ങൾ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി തന്നാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും പാരിയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഇവനെ കബളിപ്പിക്കും. അതുകൊണ്ട് മന്ത്രിയായിട്ടുള്ള അഴകപ്പനെ, അതായത് കുരലിന്റെ അപ്പനെ മറികടന്ന് അവളെ കടത്തിക്കൊണ്ടു പോവുക വളരെ പ്രയാസമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പാരി ഒരു ഐഡിയ മുന്നോട്ട് വെക്കും. പാരി പറയും, അകൻ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ, നീ ഇവളെ വിവാഹം ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വിട്ട് പുറത്തേക്ക് രക്ഷപ്പെടുന്നു, അതിനുശേഷം ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് ഞാൻ ഇവളെ വിവാഹം കഴിക്കുന്നു, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് നിന്നെ സംശയിക്കേണ്ട കാര്യവുമില്ല എന്ന് പറയും. അവൻ ആദ്യം അതിനെല്ലാം എതിർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ അവളുടെ കണ്ണീരൊക്കെ കണ്ടു കഴിയുമ്പോൾ അവളുടെ സ്നേഹം കൊണ്ട് അവൻ വീണ്ടും തിരിച്ചു വന്ന ആ കല്യാണത്തിന് സമ്മതിക്കും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് ഒരു ഫ്ലാറ്റ് തന്നെ അഴകപ്പൻ അകനും കുരലിനും സമ്മാനമായി കൊടുത്തു. പക്ഷെ അത് നിങ്ങൾക്കുള്ളതല്ല, എന്റെ പേരക്കുട്ടിക്കുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അകനാണെങ്കിൽ ഇവരെ പുറത്തേക്ക് അയക്കാനുള്ള വിസ പ്രോസസ്സും പാസ്പോർട്ടും ഒക്കെ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ വിദേശത്ത് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ അവിടെ ജോലിയോ അങ്ങനെ എന്തെങ്കിലും വേണം. ഇവർക്കാണെങ്കിൽ അതൊന്നുമില്ല. അകനാണെങ്കിൽ ഇതെല്ലാം ഓർത്താകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പാരിയും കുരലും ഭയങ്കര റൊമാൻസ് ആണ്. അവനതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ എക്സ് ലവറിന്റെ കാര്യം അവൻ ഓർമ്മ വരുന്നത്. അവളെ കോണ്ടാക്ട് ചെയ്യുമെങ്കിലും അവൾ ആദ്യം ഒന്നും സമ്മതിക്കില്ല. അവസാനം അകൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എക്സ് ലവറിന്റെ ഭർത്താവ് അതിനെല്ലാം സമ്മതിക്കും. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അയാൾ പറയും. അങ്ങനെ പാസ്പോർട്ട് ഇല്ലാതിരുന്ന പാരിക്ക് പാസ്പോർട്ട് കിട്ടി. വിസ പ്രോസസിന്റെ സമയമായി. ഫെയിൽഡ് ആകുമെന്ന് വിചാരിച്ച പാരി വിസ പ്രോസസ്
പ്രോസസ്സിൽ ഫെയിൽഡ് ആയില്ല. മുമ്പ് വിദേശത്ത് പോയിട്ടുള്ള കുരൽ അതിൽ ഫെയിൽഡ് ആകും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇത് വളരെ ഞെട്ടലോടെയാണ് അഗൻ അറിയുന്നത്. അവൻ വളരെ ദേഷ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കെയർലെസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്. നിങ്ങൾ എന്നെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് അവൻ അവരെ വഴക്ക് പറയുമ്പോൾ കുരല് പറയും, ഞാൻ ഇവനോട് വേണ്ടെന്ന് കുറെ തവണ പറഞ്ഞതാ, അവൻ നിർബന്ധിച്ചുകൊണ്ടാ എന്നൊക്കെ പറയും. അകം പറയും, കൂടുതലൊന്നും എനിക്കറിയണ്ട, അബോർഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങാനും നിന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അങ്ങനെ അവര് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് അബോർഷന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ കുരൽ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. കാരണം അവൾ അപ്പോഴേക്കും ഒരു അമ്മയുടെ ഒരു ഇതിലേക്ക് വന്നിരുന്നു. അകൻ അവളെ വളരെ ചീത്ത പറയും. അവസാനം അവൾ സമ്മതിക്കും. പക്ഷേ ഡോക്ടർ പറയും, ഇവൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് അബോർഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഗർഭിണിയാകും എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ മുമ്പ് അകൻ ദേഷ്യപ്പെട്ടതെല്ലാം ഓർത്ത് അവള് പറയും, അബോർഷൻ ചെയ്തോളാൻ പറയും. അകനാണെങ്കിൽ അത്രോ നേരം അബോർഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിരുന്ന അകൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ അബോർഷൻ വേണ്ടാന്ന് പറയും. പക്ഷേ കുരൽ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കുരലിന്റെ അച്ഛനെ തന്നെ അവന് വിളിക്കേണ്ടി വന്നു. അയാള് മകള് ഗർഭിണിയാണെന്നറിഞ്ഞ് വളരെ സന്തോഷത്തോടെ ആശുപത്രിയിലേക്ക് എത്തി. പിന്നീടെല്ലാം വളരെ സന്തോഷമായ നിമിഷങ്ങളായിരുന്നു. ആശുപത്രിയില് അവൾ ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ പോലും അകനേക്കാൾ കൂടുതൽ ടെൻഷൻ പാരിക്കാണ്. അതിന്റെ കാരണം നമുക്കും പാരിക്കും അറിയാം, അകനും അറിയാം. എന്നാൽ ചുറ്റും നിൽക്കുന്നവർ ഇവർക്കറിയത്തില്ലല്ലോ. ഇവരപ്പോ അകനെ കുറ്റം പറയും, നിന്നേക്കാൾ കൂടുതൽ ടെൻഷൻ നിന്റെ കൂട്ടുകാരനാണല്ലോടാന്ന് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ എരിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അവസാനം പ്രസവത്തിന്റെ സമയത്ത് അവനോടും ലേബർ റൂമിൽ നിൽക്കാൻ പറയും. ആദ്യമൊക്കെ അവൻ ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും എല്ലാവരും നിർബന്ധിച്ച് അവനെ തള്ളിവിടുന്നതുകൊണ്ട് അവൻ അതിന്റെ ഉള്ളിലേക്ക് പോകും. അവളും പറയും, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു ധൈര്യമായിരിക്കും, പ്ലീസ് നീ നിൽക്കാൻ പറയും. അങ്ങനെ അവന് അവളുടെ കൂടെ നിൽക്കും. അവള് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അങ്ങനെ ആ കുടുംബം വീണ്ടും വളരെ സന്തോഷത്തിലേക്ക് കിടക്കുകയാണ്. എല്ലായിടത്തും ഭയങ്കര ആഘോഷം. ആളുകളെല്ലാം വന്ന് അകനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരനൊക്കെ വന്ന് അവനെ അഭിനന്ദിക്കുമ്പോൾ അവനുള്ള കാര്യം പറയും. പക്ഷെ പാരിയുടെ കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരെല്ലാം അവനെ പുച്ഛിച്ചിട്ട് പോവുകയാണ്. ഈ തിരക്കിനിടയില് കുഞ്ഞിനെ കാണാൻ വേണ്ടി പറ്റാതെ മാറി നിൽക്കുന്ന പാരീന്റെ കാര്യം അവൻ മനസ്സിലാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന വ്യാജേന ബാക്കി എല്ലാവരെയും ഒഴിവാക്കി പാരീനെ അകത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ പാരിയും കുരലും അവിടെ വളരെ സന്തോഷത്തോടെ കുട്ടീനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനതെല്ലാം കണ്ടിട്ട് ചെറുതായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പാരിയും കുരലും റൊമാൻസ് ചെയ്ത് അവിടെ സന്തോഷത്തോടെ നടക്കുന്ന സമയത്തും അകനാകെ ടെൻഷൻ അടിച്ച് അതിൽ നടക്കുകയാണ്. കിട്ടുന്ന സമയമൊക്കെ കൊച്ചിനെ കളിപ്പിച്ചും അവനെ എടുത്തും കൊഞ്ചിച്ചും ഒക്കെ അതിൽ കൊണ്ടുനടക്കും. ഒരു ദിവസം ഒരു കോമാളിയുടെ വേഷം കെട്ടി അവൻ കൊച്ചിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരലും പാരിയും സംസാരിക്കുന്നത് അവന്റെ കൂട്ടുകാരൻ കേൾക്കും. കുരല് പറയുന്നത്, ശരിക്കും അവനെ കണ്ട ഒരു കോമാളിനെ പോലെ തന്നെ ഉണ്ടല്ലേ. ഇത് കേൾക്കുന്ന കൂട്ടുകാരന് വളരെയധികം ദേഷ്യം വരും. എല്ലാ കാര്യങ്ങളും അവൾ അറിയണമെന്ന് അയാൾ ചിന്തിക്കും. നടന്ന കാര്യങ്ങളും ആക്സിഡന്റ് ഉണ്ടായത് മുതലുള്ള എല്ലാ കാര്യങ്ങൾ അവൻ കുരലിനോട് പറയും. അവൻ നിന്നെ സ്നേഹിച്ച് നിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് നീ അവനെ യൂസ് ചെയ്യുകയാണ്. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒലിപ്പിച്ച് നിന്റെയൊക്കെ മുമ്പിൽ അവൻ ചിരിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തന്നെ യഥാർത്ഥത്തിൽ അകൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കുരലിന് വളരെയധികം സങ്കടം വരും. അവൾ പൊട്ടിക്കരയും. അവൾ നിൽക്കുന്ന ആ ഡോർ വാളിന്റെ ഓപ്പോസിറ്റ് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് അകന് നിൽക്കുന്നുണ്ട്. ഗ്ലാസ് വൺ വേ വിഷൻ ആയതുകൊണ്ട് അകന് ഇവളെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അവൻ ആ കുട്ടിയോട് സംസാരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടം വിട്ടു പോകും. അവൾ എന്നെ മറന്നു പോവുമായിരിക്കും, പക്ഷെ നീ എന്നെ മറക്കരുത്, ഞാനും നിനക്കൊരു അച്ഛനാ എന്നവൻ പറയുന്നത് കുരലിന്റെ കാതിൽ കേൾക്കാം. അവള് പൊട്ടിക്കരയും. അതിനുശേഷം അവര് കാറിൽ പോകുന്ന സമയത്ത് കുരല് ചോദിക്കും, നീ ഇപ്പൊ വളരെ വലിയ ത്യാഗിയും ഞാനൊരു മോശക്കാരിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? അവൻ പറയും, നിന്റെ അടുത്ത് എന്റെ കൂട്ടുകാരനെല്ലാം പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു, അവനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ അവള് വിടാൻ തയ്യാറല്ല. അവള് പറയും, നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കും വേണം. നിന്നെ ഈ വിധത്തില് ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീയും കല്യാണം കഴിച്ച് സെറ്റിൽ ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്തേക്ക് പോവുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ ലൈഫും എന്റെ ലൈഫും ഇവിടം കൊണ്ട് തന്നെ തീരട്ടെ. പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിരുന്ന ആ പാസ്പോർട്ടും വിസയുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം അവൾ ആ കാറ്റിൽ പറത്തി കളയും. അവൻ ദേഷ്യപ്പെട്ട് അതെല്ലാം പിറക്കിയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ അതിനൊന്നും കൂടാതെ വാശിയിൽ നിൽക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അവള് അകനെ വിടാൻ മനസ്സില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അകൻ അവസാനം സമ്മതിക്കും. അങ്ങനെ ഇവർ ഡിവോഴ്സ് പേപ്പറൊക്കെ റെഡിയാക്കി അകനൊരു മാട്രിമോണി പ്രൊഫൈലും കുറെ പെൺകുട്ടികളോട് ഇവർ സംസാരിക്കുമെങ്കിലും ഇവരുടെ യഥാർത്ഥ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആരും അകനെ സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല. താനൊരു വിവാഹം കഴിക്കാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്ന കുരലിനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അകന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ അവൻ തന്നെ സെറ്റ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. അങ്ങനെ അവസാനം മനസ്സിലാ അകനും അതിന് സമ്മതിക്കുന്ന പോലെ ആക്ട് ചെയ്യുമ്പോൾ കുരലിന് സന്തോഷമാകും. കാരണം അവന്റെ ലൈഫും ബെറ്റർ ആകാൻ വേണ്ടി പോവുകയല്ലേ. പക്ഷേ ഇവനിത് പ്ലാൻ ചെയ്തതായിരുന്നു. അവൾ അതിന് പകരം മേടിക്കുന്നത് ഒരു ക്യാമറയാണ്. ആ ക്യാമറയിൽ അവരുടെ ഒരു സെൽഫിയും എടുത്ത് അവൾ അവിടെ നിന്ന് പോകും. തന്റെ സുഹൃത്തുക്കളായ വക്കീലന്മാരിൽ നിന്ന് അകനും കുരലും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം കുരലിന്റെ അച്ഛൻ മനസ്സിലാക്കും. ഇത്
വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന കുരലിന് ഒരിക്കൽ കൂടി അച്ഛനെ കാണാൻ വേണ്ടി തോന്നും. അവള് അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്ന് കുട്ടിയെ കൈ കൊടുക്കുമ്പോൾ അയാള് കുട്ടിയെ വാങ്ങിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ആ ഡിവോഴ്സിന്റെ പേപ്പറാണ് മുന്നോട്ട് നീക്കി വെക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൾ ഒന്നും മിണ്ടില്ല. എന്നെ പറ്റിക്കാനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് അവളെ അയാൾ ഭീഷണിപ്പെടുത്തും. അപ്പോഴേക്കും അഗൻ അങ്ങോട്ട് വന്നിട്ട് പറയും, അവളല്ല, ഞാനാണ് അത് അപ്ലൈ ചെയ്തത്, എനിക്ക് അവളെ മടുത്തു, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയും. അയാൾ അഗനെ വളരെയധികം ഉപദ്രവിക്കും. അവനെ ഉപദ്രവിക്കുന്ന കണ്ട് കുരലുള്ള സത്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ തടയും. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ നിന്റെ അച്ഛൻ കൊന്നുകളയുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കുരലിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിടയിൽ അവന്റെ അമ്മ അങ്ങോട്ട് വരുന്നത് കണ്ട് അയാൾ പറയും, അവൻ എന്റെ മകളെ മടുത്തു അത്രേ, അവന് ഡിവോഴ്സ് വേണമെന്ന്. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. അവര് പറയും, ഞാൻ വളർത്തിയ എന്റെ മോൻ അങ്ങനെ പറയത്തില്ല. അവസാനം അഗൻ സമ്മതിക്കും താൻ അത് പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോഴേക്കും അമ്മ വളരെ വിഷമിച്ച്, ഇനി നീ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. തിരികെ വന്ന അയാള് കുരലിനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അവനോട് പറയും, അവനും അടുത്തു എന്നല്ലേ, അവൻ പോവുകയാണെ പോയിക്കോട്ടെ, മോൾക്ക് വേറെ വിവാഹം കഴിക്കാമല്ലോ, നമ്മുടെ ജാതി തന്നെ ഒരാളെ ഞാൻ മോൾക്ക് കണ്ടെത്തി തരും, അതിനവൻ ഡിവോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അവൻ മരിച്ചാലും മോൾക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ എന്ന് പറയും. അപ്പോഴാണ് കുരലിന് ആ കാര്യം മനസ്സിലാകുന്നത്. അവളുടെ അച്ഛൻ അഗനെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചിട്ടുണ്ട്. അവര് അഗനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് അഗനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേറൊരു മാർഗവും കാണാതെ കുരൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അപ്പോ കുരലിന്റെ അച്ഛൻ അഗനെ വിട്ടയക്കാൻ പറഞ്ഞ് പകരം പാരീനെ കൊല്ലാൻ ആളയക്കും. പക്ഷേ പാരിയുടെ കൂടെ അഗൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെയെല്ലാം തല്ലി ഓടിച്ച് പാരീനെ അവൻ അവിടുന്ന് രക്ഷിക്കും. ഇതേ സമയത്ത് ആ കുട്ടിയെ എടുത്തുകൊണ്ട് കുരലിന്റെ അച്ഛൻ മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ചങ്കില് വേദന വന്ന് താഴെ വീഴും. കണ്ണു തുറക്കുമ്പോൾ അയാൾ ഹോസ്പിറ്റലാണ്. ഡോക്ടർ വന്ന് പറയും, അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണ നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ പേരക്കുട്ടിയാണ്. അവൻ ഇഴഞ്ഞ് മെയിൻ റോഡിൽ വന്നെത്തിയപ്പോ അവൻ വന്ന സ്ഥലം തിരക്കി ചെന്ന ആളുകളാണ് നിങ്ങളെ കണ്ടത്. അയാൾക്ക് കുറ്റബോധം താങ്ങാൻ കഴിയില്ല. താൻ കൊല്ലണമെന്ന് വിചാരിച്ച കുട്ടി തന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അയാൾ പൊട്ടിക്കരയും. തന്റെ അച്ഛൻ തന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ കുരലും പാരിയും അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷേ അവരെ തടഞ്ഞുകൊണ്ട് അഗൻ ആ കുട്ടിയുമായി അകത്തേക്ക് ചെല്ലും. അഗനോട് അയാൾ പറയും, ഞാൻ എന്ത് ക്രൂരനാണ്, എങ്കിലും എന്റെ അവസ്ഥ ഒന്ന് അവര് മനസ്സിലാക്കിയില്ലല്ലോ. ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത എന്റെ മകൾ മറ്റൊരാളുടെ കുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. ഈ കുട്ടി എന്റെ ജീവൻ രക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ എനിക്ക് കുറ്റബോധവും തോന്നുന്നുണ്ട്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അഗൻ പറയും, നിങ്ങൾ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മറ്റുള്ളവരുടെ കണ്ണില് അവളുടെ ഭർത്താവാ, പക്ഷേ ഇതെന്റെ കുട്ടിയുമല്ല. ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പകുതി പോലും അനുഭവിക്കുന്നില്ല. അങ്ങനെ കുറ്റബോധം കൊണ്ടും മനസ്സിലെ ബാക്കി നിൽക്കുന്ന സ്നേഹം കൊണ്ടും അയാള് പാരിയെയും കുരലിനെയും സ്വീകരിക്കും. അങ്ങനെ അവരെ ഒന്നിപ്പിച്ച ശേഷം മനസ്സിലെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അഗൻ അവിടെ നിന്ന് പോരുകയാണ്. അഗന്റെ അമ്മയോട് അയാളെല്ലാം തുറന്നു പറയും. ശേഷം തന്റെ പെങ്ങളെ ദുരഭിമാന കൊല ചെയ്തു എന്നുള്ള കുറ്റം ഏറ്റെടുത്ത് അയാൾ ജയിലിൽ പോകും. നാളുകൾ കുറെ കഴിഞ്ഞു. ഒരു ദിവസം അമ്മയുടെ മടിയിൽ അവൻ തലചായ്ച്ച് കിടക്കുമ്പോൾ അമ്മ അവനൊരു ഗിഫ്റ്റ് കൊടുക്കും. അത് അവനുള്ള സർപ്രൈസ് ആണ്. അവൻ തുറന്നു നോക്കി കഴിയുമ്പോൾ അവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കുട്ടിയില്ലേ, അവനെ സ്നേഹിക്കുന്നതായിട്ട് അവളെ കൊണ്ട് അഭിനയിപ്പിച്ചില്ലേ, ആ കുട്ടി കൊടുത്ത ഗിഫ്റ്റാണത്. അതില് എനിക്ക് അഗനെ ഇഷ്ടമാണ്, നീ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് എഴുതിയിട്ടുണ്ട്. അവന് പതിവ് പോലെ ദേഷ്യം വരും. ഇതെന്തായി കാണിച്ചു വെച്ചേക്കുന്നത് എന്നും ചോദിച്ച് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓഫ് ആകും. പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ അവനുള്ള സർപ്രൈസ് വീണ്ടും അവന്റെ ഫ്രണ്ട്സും ആ കുട്ടിയും പാരിയും കുരലും എല്ലാം വന്ന് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. അതിനിടയിൽ നിന്ന് ആ കുട്ടി മുൻപോട്ട് വന്ന് അവനെ പ്രപ്പോസ് ചെയ്യും. അവൻ പതിവ് പോലെ അവൻ സമ്മതിക്കത്തില്ല, അത് ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ കുരല് വന്ന് അവന്റെ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിക്കും. അപ്പൊ അവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകും. പക്ഷേ ആ കുട്ടിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവനെ ഹഗ് ചെയ്യും. അപ്പോഴേക്കും ആ കുട്ടിയുടെ സ്നേഹം മനസ്സിലാക്കിയ അഗൻ അവളെ ഹഗ് ചെയ്യും. അങ്ങനെ അവര് തമ്മിൽ ഒന്നാകുന്നതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.